ഹായ് ഹലോ. ഞാൻ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അതിന് മെഡിസിൻ അടിച്ചിട്ട് വെയിൻ ഔട്ടായി പോയിട്ട് എനിക്ക് കൈക്ക് ചെറിയൊരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കൈ കളറൊക്കെ മാറിക്കിടക്കുകയാണ്. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒത്തിരി പേരായി എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഒരാളോടോ രണ്ടാളോടോ മൂന്നാളോടോ നമുക്ക് മറുപടി പറയാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ നിരന്തരം നിങ്ങൾക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ എൻ്റെ നമ്പർ ഉള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് കണ്ട ആൾക്കാർ മുഴുവനവും ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്നിവിടെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൂടെയും ഞാൻ ഒന്ന് കൊണ്ടുവച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വെയിൻ ഔട്ടായി പോയതുകൊണ്ടാണെന്ന് അവരും പറഞ്ഞു. സിസ്റ്ററുടെ ഭാഗത്ത് വന്ന ഫാൾട്ടാണ്, കണ്ടോളൂ. അപ്പോൾ എനിക്ക് ആദ്യം എഴുതി തന്ന മെഡിസിന് ഡോസ് പോരാ, കുറച്ചും കൂടിയും ഡോസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഡോസ് ഉള്ളത് എഴുതി തന്നു. ആദ്യത്തെ ഹോസ്പിറ്റലിന് 2 തവണയായിരുന്നു മെഡിസിൻ കഴിക്കാൻ പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ 3 തവണ ഗുളിക കുടിക്കാനൊക്കെ പറഞ്ഞു. കൈയൊക്കെ കണ്ടോ, നല്ല വീക്കാണ്. അപ്പോൾ അതെന്താ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചത് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിടാന്ന് കരുതി. കുഴപ്പമൊന്നുമില്ല, ആ നീര് മാത്രമല്ല, ഒരു ചൊറിച്ചിലുണ്ട്. അപ്പം ശ്വാസതടസ്സമോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ശ്വാസമുട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അത് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, വെയിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സിസ്റ്ററുടെ അടുത്ത്. സിസ്റ്ററെ നല്ല പെയിൻ ഉണ്ട്, ഇത് വെയിനിലല്ല എന്ന് ഞാൻ ആ സ്പോട്ടിന് ഞാനും പറഞ്ഞിട്ടുണ്ട്, അരുണും പറഞ്ഞിട്ടുണ്ട്. കാരണം ബൾജായി, നമുക്കറിയാമല്ലോ, ബൾജായ പെട്ടെന്ന് വീങ്ങും. എന്നപ്പോൾ പിന്നെ സിസ്റ്റർ വെയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റർമാരെ പഠിപ്പിക്കാൻ മാത്രമൊന്നും നമ്മളെന്തായാലും ആയിട്ടില്ലല്ലോ. കാരണം അവരുടെ ജോലി അവർ പഠിച്ച് ഉറക്കൊഴിഞ്ഞ് പഠിച്ച് ഇത്രയും കാലം കുറച്ച് പ്രായമായ സിസ്റ്ററാണ്. അപ്പോൾ അവരെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനും അവനും മിണ്ടിയില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാലൊരു ഉറക്കിൻ്റെ ഒരു കണ്ടൻ്റുള്ള ഒരു മരുന്നാണെന്ന് പറയാം. അപ്പം ഞാൻ അവിടെ വന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു കേട്ടോ. പിറ്റേന്ന് രാവിലത്തേക്ക് ഇത് കൈ നല്ല ചൊറിച്ചിലാണ് ഗൈസ്. പിറ്റേന്ന് രാവിലത്തേക്കാട്ടോ ഇവരറിയുന്നത്. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ ദൈവം തന്ന പരീക്ഷണമാണ്, കർമ്മയാണ്, ഓരോരുത്തരെക്കുറിച്ച് പറഞ്ഞിട്ടാണ്, അങ്ങനെ കുറേ കമൻറ്റുകൾ വേറെ. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, മൈഗ്രെയിൻ എന്ന് പറയുന്നത് ചത്തുപോകുന്ന അസുഖമൊന്നുമല്ല. അത് ആർക്കായാലും നാളെ വരും. അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എനിക്ക് പൊതുവേ വെയിൻ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു വെയിൻ ഔട്ടായി പോയിട്ട് കർമ്മയാണ്, ദൈവം തന്നതാണ് ആണെങ്കിൽ ഞാനത് സ്വീകരിച്ചു. ദൈവം നമുക്ക് എപ്പോഴാണെങ്കിലും തരൂലേ. കർമ്മ എന്ന് പറയുന്നത് എപ്പോഴാണെങ്കിലും നമുക്ക് വന്നു ചേരാവുന്നൊരു സംഭവമാണ്. ആ കർമ്മ വന്നു ചേരുമ്പം നമ്മൾ ഏത് സമയം, ഇനി ടൈം, ഇനി നട്ടപ്പാതിരക്ക് ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും കർമ്മ വരുന്നെങ്കിൽ നമ്മളത് ഏറ്റുവാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഇതെനിക്ക് ദൈവം തന്ന ശിക്ഷയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് അതിനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ട് തന്നെ ഇപ്പം പിച്ചാനും മാന്താനും നുള്ളാനും അടിക്കാനൊന്നും പറ്റൂലല്ലോ. നിങ്ങളെ കൊണ്ടിപ്പോൾ പറ്റുകയെന്ന് വെച്ചാൽ കമൻ്റ് ഇടുക എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ ഇട്ടോളൂ. ഇത് ഇത്ര വലിയ കേസാണെങ്കിൽ ആവട്ടേന്നേ. ദൈവം തരുന്ന പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങാൻ ഏത് സമയത്തും ബാധ്യസ്ഥരാണ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ ദോഷം ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് ദോഷം വലിക്കും. അതിലിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ ഫുൾ ടൈം ഹോസ്പിറ്റലിലാണ്. അങ്ങനെ കുറേ ആൾക്കാർ, ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ പറയുന്ന നിങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ പടിവാതിൽ കയറാൻ 1/2 സെക്കൻഡ് പോലും വേണ്ടി വരില്ല. ഒന്ന് റോട്ടുമൽക്കിറങ്ങിയിട്ട്
ഒരു പാമ്പ് കടിച്ചാൽ പോരെ, വേറെന്തോ വേണോ? കിടക്കൂലേ മെഡിക്കൽ കോളേജിൽ? അതുകൊണ്ട് ആരായാലും ഹോസ്പിറ്റലിൽ എപ്പോൾ വേണമെങ്കിലും കിടക്കാവുന്ന ഒരാൾക്കാരാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലായിട്ട് കളിക്കുക. അതീ പറഞ്ഞതുപോണം ചത്തുപോകുന്ന അസുഖങ്ങളും കാര്യങ്ങളുമായിട്ടൊന്നുമില്ല. പക്ഷേ ചത്തുപോകുമായിരുന്നു ഇത്രയും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ മൈഗ്രെയിന് എന്ത് കാര്യത്തിനാണോ ദൈവം ഈ ഭൂമിയിലേക്ക് പഠിച്ചു വിട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജോലിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും, അതേപോലെ സോഷ്യൽ മീഡിയ ബുള്ളിങ്, സമൂഹത്തിൻ്റെ ഓരോരോ പ്രഷറുകൾ, ഇതൊക്കെയാണ് എൻ്റെ അസുഖത്തിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളെന്ന് എനിക്കറിയാം. അതെനിക്ക് അറിഞ്ഞ് ഞാനത് തന്നെ തിരുത്തി കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം ചിലർ ചോദിക്കും, ഒരു തലവേദനയല്ലേന്ന്. വെറും ഒരു തലവേദനയല്ലേന്ന്. പക്ഷേ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. അതിൻ്റെ ആൾക്കാർക്കത് എത്രമേൽ വേദനാജനകമാണ് ഈ ഒരു സംഭവം എന്നുള്ളത് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. നമുക്കിപ്പം നോർമലി മൈഗ്രെയിൻ ഒന്നും ഇല്ലാത്ത ഒരാളോട് നമ്മുടെ തലവേദനയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ആ മൈഗ്രെയിൻ ഉള്ളൊരു വ്യക്തിനോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവർക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു സാഹചര്യം. അപ്പം അങ്ങനെയാണ്. അപ്പം എൻ്റെ കൈയുടെ അവസ്ഥ അപ്പം നോർമലാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, വീക്കം വലിഞ്ഞിട്ടൊന്നുമില്ല. 5 days ആൻറ്റിബയോട്ടിക് കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീക്കം പതിയെ വലിഞ്ഞു പോവുണ്ടാവുള്ളൂ, അറിയില്ല എന്താ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പ്രശ്നം കാര്യമായിട്ടൊന്നുമില്ല, വെയിൻ ഔട്ടായി പോയതാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കമൻറ്റുകൾ, അവരിട്ടോട്ടെ, അവർക്കിപ്പോൾ അതല്ലേ പറ്റുള്ളൂ. ചിലർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഇന്നലെ മിനിയാന്നും തുടങ്ങിയ അക്കൗണ്ട് വരെയുണ്ട്. എന്തല്ലേ? നിങ്ങൾ പറയൂ, നിങ്ങളെ കൊണ്ട് പറയാനേ പറ്റുള്ളൂ. നിങ്ങളെ ഓരോ പറച്ചിലാണ് എന്നെ എവിടെയും തളർത്താതെ മുമ്പോട്ട് കൊണ്ടുപോകണത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനിപ്പം ഓക്കെയാണ് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജിന് മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിടുന്നത്. ഒന്നും വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ച് എനിക്കൊരാൾക്കായിരിക്കും മെസ്സേജ് അയക്കുക. എന്നെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്പർ ഉള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാത്തിനും കുത്തിനെ റിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് ഇപ്പം ആ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റാ.